നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിന്റെ ലെജൻഡ്സ് ആണ് കളിക്കാൻ പോകുന്നത്, പിക്സൽ ക്രാഫ്റ്റ് ലെജൻഡ്സ്. അപ്പം നമ്മൾ അതും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് കളിക്കാൻ തുടങ്ങാം. ഈ സാധനത്തിൽ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതാണ് കളിക്കാൻ പോകുന്നത് ഗൈസ്, അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന കളിക്കാൻ വേണ്ടി റെഡിയല്ലേ? അപ്പം ഞാനും റെഡിയാണ്. ലെറ്റ്സ് ഗോ. നമുക്കിവിടെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്, ഒരുമിച്ച്. എനർജി പറക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പം ഇവിടെയൊക്കെ എടുക്കാൻ പോവാണ്. നമുക്ക് ഈ അറ്റാക്ക് ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ സ്ഥലം കണ്ടുപിടിക്കുന്ന സ്ഥലത്ത് കുറച്ച് പാടായതുകൊണ്ട് നമ്മൾ വില്ലേജ് കണ്ടുപിടിച്ച് കയറി മോഷ്ടിക്കും കട്ടില്. അത് നമ്മൾ തല്ലിപ്പൊളിച്ചാൽ മതി, അത് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി വേണം ഞാൻ തകർപ്പും കളി കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ വായുമ്പോൾ ചെയ്യും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ബെസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് പുല്ലിൻ്റെ ഇടക്ക്. ഇനി നമുക്ക് ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. രാത്രിയായിട്ട് നമ്മുടെ കണ്ണങ്ങാണം തെറ്റിയാൽ നമ്മളെ പള്ളിയിലോട്ട് എടുക്കും ഗൈസ്. നമ്മളെ വന്ന് കൊല്ലും ഗൈസ് ആൾക്കാർ. അതുകൊണ്ട് നമ്മൾ കണ്ണ് തെറ്റാനേ പാടുകയില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഈ സ്ഥലത്ത് ഏഴാമ്പൽ ഇവിടെ പശു ഇനി ഞാൻ കൊല്ലുവടാ. ഈ പശു എന്താ കുതിര ഓടുന്ന പോലെ ഓടുന്നത്? അയ്യേ, കിട്ടിയില്ല. എന്താണിത്? പശുവിന് ഇന്ന് ഞാൻ ഒന്നത്തെ വാക്കി ഇല കാണാൻ നമുക്ക് പറ്റുന്നില്ല ഗൈസ്. ഇന്നേക്ക് കൊല്ലാൻ അങ്ങോട്ട് പോടയല്ലേ. ഞാൻ പശുവിനെ കൊന്നിട്ടേ വാക്കി കാര്യം നടക്കും. അപ്പൊ ഗൈസ് നമ്മള് പശുവിനെയും കാര്യങ്ങളൊക്കെ കൊന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വല്ല ഐറ്റംസ് ഉണ്ടോ നോക്കട്ടെ. ഒരുണ്ടയും ഇല്ല ഗൈസ്. നമുക്ക് വില്ലേജിലോട്ട് പോകണം. വില്ലേജ് ആദ്യം തന്നെ നമുക്ക് മരം വെട്ടാം ഗൈസ്. മരം ഇത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതായത് കൊണ്ട് മരമൊക്കെ വെട്ടാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെട്ടാൽ ഈ ഗെയിമിൽ നമുക്ക് അതിജീവിക്കാൻ പറ്റും. ഫ്രീ ഫയറും പബ്ജി ഒന്നും പോലെയല്ല. അതിനകത്ത് നമുക്ക് നമുക്ക് ഇങ്ങനെ രക്ഷപ്പെടാനായിട്ട് തോക്കെങ്കിലും തരും. ഇത് അതുപോലും ഇല്ല ഗൈസ്. ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത ഗെയിം പോലെയാണ്. ഇനി നമ്മൾ തന്നെ ഇതിനകത്തെല്ലാം നേടിയെടുക്കണം. അധ്വാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഗെയിമാണെന്ന് എനിക്കൊരു സംശയമുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് ഈ മരത്തിന്റെ ഈ സ്റ്റമ്പ് എത്ര വെട്ടിയിട്ടും തീരുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? തീർന്നു ഗൈസ്. 5 എണ്ണം ഒരു മരത്തിന്. സാധാരണ നമ്മൾ വെക്കുമ്പോൾ 10 എണ്ണമൊക്കെ കിട്ടുന്നത്. ഇത് 5 എണ്ണം. നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കും ഗൈസ്. മെയിൻ സാധനം ആട്. എവിടെ? അവിടെ എന്തോ ഒരു ബ്രൗൺ കളർ കണ്ട ഗൈസ്. ഇവിടെ ആട് കിട്ടിയിരിക്കുകയാണ്. നിക്കട ആട്. ഞാൻ ഇന്ന് കൊന്നു കളയും ഗൈസ്. കൊന്നിരിക്കുകയാണ് നാം ആടിനെ. അപ്പൊ ഗൈസ് നമ്മൾ ആടിനെയും കാര്യങ്ങളൊക്കെ കൊന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വില്ലേജ് വേണം കണ്ടുപിടിക്കാൻ. വില്ലേജ് കുക്കിംഗ് ചാനലല്ല ഗൈസ്, വില്ലേജ്. അപ്പൊ ഗൈസ് ഇവിടെ വലിയൊരു മരം പാവം അനാഥയായി കിടക്കുന്നത് കണ്ടു. അവിടെ ആടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ആട് മെയിൻ അല്ല. അപ്പൊ നമുക്ക് അതിനൊന്നും അയ്യോ ഗൈസ്, ഇതൊക്കെ എന്ത് സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ ആടിനെ കൊല്ലണം. അതിന്റെ ജീവൻ നമ്മൾ എടുത്ത് നമ്മൾക്ക് തിന്നണ്ടേ എന്തെങ്കിലും തിന്നണ്ടേ? എടാ ആടെ വല്ലോം താടാ. ഞങ്ങൾക്കും കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേടാ ആട്. നിനക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതി. ഓക്കെ ഗൈസ്, ആട് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നത്. ഇനി ഞാൻ ആട് കൊന്നാലും ശരി, എരുമ വന്നാൽ പോലും ഞാൻ ഇവിടെ അറിയില്ല. ഞാൻ വില്ലേജ് കൊണ്ടുപോയാൽ പോവാം. രാത്രിയായാൽ നമ്മൾ ചാകും. ഇല്ലെങ്കിൽ എൻ്റെ അപ്പുറത്തെ വില്ലേജ് ഒന്നും ഉണ്ടോ? പക്ഷേ പറക്കാനും പറ്റത്തില്ല വില്ലേജ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോവാം. താര വീണാൽ നമ്മളെ കാര്യം കത്തും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു വേണം മുന്നേറാൻ. ഞാൻ ധൈര്യത്തോടെ ഇരിക്കുക എന്ന് എനിക്ക് എന്നോട് തന്നെ പറയാനുണ്ട്. അങ്ങോട്ട് വെട്ടറില്ല. അയ്യേ, ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ ഈ പുല്ലിനെ വെട്ടിയാണ്. പക്ഷെ അവിടെ നമുക്ക് കല്ല് വെട്ടി കിട്ടി. അതുകൊണ്ട് നമുക്ക് ആ കല്ലും കൂടെ എടുത്തേക്കാം. വെട്ടാടാ. ഈ പുല്ല് മൊത്തനായി. ഞാൻ
ദ്രോഹിയൊന്നുമല്ല ഗൈസ്. ഞാൻ പ്രകൃതി സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പുല്ലിനെ വെട്ടുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ പുല്ലിനെ വെട്ടാനൊക്കെ തുടങ്ങി. ഇപ്പം പുല്ലൊക്കെ തീരും ഗൈസ്. രണ്ട് പൊട്ടന്മാരും കൂടെ ഉണ്ട്. പക്ഷേ പുല്ലേ ഉള്ളു. ഈ പുല്ലിനെ നമ്മൾ പുല്ല് പോലെ അങ്ങോട്ട് എടുത്ത് കളയാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ നല്ല ഹൈറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ വില്ലേജ് എന്താണെന്ന് നോക്കണം ഗൈസ്. വില്ലേജ് ഒരു മേൽക്കൂരെങ്കിലും മനുഷ്യന് കണ്ടാൽ മതി, ഒരു ആശ്വാസമാണ്. അതുപോലും കാണിച്ചു തരാത്ത ഒരു ഗെയിമായി പോയല്ലോ. പക്ഷെ ഈ കളി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിനെ വിറപ്പിക്കുന്ന മൈൻക്രാഫ്റ്റ് പ്രോ ആയിരിക്കും. ഞാൻ വിചാരിച്ച ചത്തു ഭാഗ്യത്തിന് ചത്തി. സാധാരണ ഇത്ര ഹൈറ്റിനൊക്കെ ചാൻസ് വന്നു ഗായ്സ്. ഈ ഊട്ടേ കൂടിയാണ് നമ്മുടെ എല്ലാ രാക്ഷസന്മാരും നമ്മുടെ അടുത്തേക്ക് എഴുന്നള്ളി. അതുകൊണ്ട് നമ്മൾ ഈ ഊട്ടയിലോട്ട് കയറുകയും ഞാനൊരു വട്ടം കയറി നോക്കിയതാണ്, പക്ഷെ പുറത്തോട്ടിറങ്ങില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ചപ്പേക്കാന്ന് പറഞ്ഞ അവന്മാരെ മുന്നിൽ പോയി. അപ്പം അവന്മാർ കൊല്ലുന്നില്ല ഗൈസ്. ഞാനെന്ത് ചെയ്യാനാണ്? ഇതിനകത്തിന്റെ വില്ലേജ് കണ്ടുപിടിക്കുന്നത് അസംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രക്ക് പാടി ഗൈസ് ഇവിടെ വില്ലേജ് കണ്ടുപിടിക്കാൻ. ഇതെന്ത് വില്ലേജാണ് ഗൈസ്? നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല. എന്തായാലും നമുക്കൊന്ന് പൊക്കത്ത് കയറി നോക്കിയാലോ. ഞാൻ ഇത് ഏകദേശം കുറച്ചൊക്കെ പഠിച്ചിട്ടാണ് വന്നേക്കുന്നത്. ഇത് കുറേ നേരം ഞാൻ കളിച്ച്. ഹായ് ഗൈസ്, നമുക്കൊരു കറുത്ത ആടിനെ കിട്ടിയിട്ടുണ്ട്. എടാ ആടെ, കളർ രാക്ഷസനൊന്നും ഇല്ലല്ലോ. ഓക്കെ ഗൈസ്, നമുക്ക് കറുത്ത ആടിനെ കൊന്നാൽ കറുത്ത കല്ല് കിട്ടും. ഏത് കളറിൻ്റെ ആടാണ് ആ കളറിൻ്റെ കല്ല്. അങ്ങനെയാണിത് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങോട്ടാണ് ഓടുന്നത്? ആടൊക്കെ നമുക്കിത് ഇങ്ങനെ അങ്ങോട്ട് കളയാന്നേ ഉള്ളു ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളിതായി ഇവിടെ ആടിയൊക്കെ കളയുന്നുണ്ട്. ഇതുവരെ സമയം പോയത് ഞാൻ അറിഞ്ഞു പോലുമില്ല. എത്ര നേരമായി ഒരു വില്ലേജ് തരുന്നു. നിങ്ങൾക്കെങ്കിലും കാണാമോ ഇവിടെ ഒരു വില്ലേജ്? വില്ലേജ് അടുത്തിരുന്നിട്ട് എനിക്ക് കാണാൻ പറ്റാത്തയാണെന്ന് തോന്നുന്നു. അപ്പൊ ഗൈസ് ഇനി നമ്മൾ ഇത് നീന്തിക്കടന്ന് അപ്പുറത്തേക്ക് കടക്കണം ഗൈസ്. കടക്കണം ഗൈസ്, നമ്മൾ കടക്കാൻ പോകുകയാണ്. ഞാൻ കടലിലൊക്കെ പെട്ടുപോയി. എന്നിട്ടും എൻ്റെ ഞാൻ ഇതിനു മുന്നേ കളിച്ചപ്പോൾ ഞാൻ കടലിൽ പെട്ടുപോയി ഗൈസ്. എന്നിട്ടും എൻ്റെ മഹാകളി കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്ത് ചെയ്യാനോ, കളിയായി പോയില്ലേ ഗൈസ് കളി. ഗൈസ് നമ്മളിവിടെ കളിച്ചുകൊണ്ടേയിരിക്കും. ഇതിന് സ്ഥലം കണ്ടുപിടിക്കണം. പക്ഷെ അത് ഏറ്റവും പാടാണ്. കട്ടില് 3 ആടൊന്നും പോരാ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 5 ആടി കിടക്കുന്നു. ഇത് വേറെ ഗെയിമൊന്നും പോലെയല്ല ഗൈസ്. ഞാൻ വിചാരിച്ചു ഇത് ആശ്വസിക്കാൻ വല്ല കൂപ്പണെങ്കിലും തരുന്നുണ്ട്. ഇത് അതുപോലെ ഇല്ല ഗൈസ്. അധ്വാനിച്ച് എല്ലാം നേടാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇത് അധ്വാനശീലമുള്ളവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയത് വേണ്ടിയാണ്. നമുക്കൊന്നും അധ്വാനശീലം ഇല്ലെന്നാണ് ഇവരുടെ വിചാരം. പക്ഷെ നമ്മൾ കാണിച്ചു കൊടുക്കണം ഗൈസ്, കാണിച്ചു കൊടുക്കണം. നമ്മൾ ഇവരെക്കാട്ടി വലിയ അധ്വാനശീലം. ഈ പുല്ലൊക്കെ നമ്മൾ അങ്ങോട്ട് പറിച്ചു കളയും. ഹായ് ഗൈസ്, വടിയൊക്കെ കിട്ടി. വടി കിട്ടി. അധ്വാനത്തിന്റെ ശരീരവും അത്ര പെട്ടെന്നൊന്നും നമ്മൾ വീർക്കത്തില്ലല്ലോ ഗൈസ്. നമുക്ക് വടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ നമുക്ക്